ഇന്ന് ഈ ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. ദയവായി സ്കിപ്പ് ചെയ്യരുത്. ഒരു കത്തോലിക്കനും ഇത് അവഗണിക്കരുത്. ദാവീദ് രാജാവ് യുദ്ധഭൂമിയിൽ പട നയിക്കേണ്ട സുപ്രധാന സമയത്ത് തൻ്റെ അരമനയുടെ ബാൽക്കണിയിൽ അലസനായി നിന്ന നിമിഷമാണ് അവൻ്റെ വീഴ്ചയുടെ തുടക്കമായത്. ഒരു നിമിഷത്തെ ജാഗ്രത കുറവും നിയന്ത്രണമില്ലാത്ത ആഗ്രഹവുമാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെ വ്യഭിചാരത്തിലേക്കും കൊലപാതകത്തിലേക്കും തള്ളിയിട്ടത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അപകടകരമായ ബാൽക്കണി നിമിഷങ്ങൾ അനുദിനം സംഭവിക്കാറില്ലേ? പ്രാർത്ഥനയിലും ദൈവിക കാര്യങ്ങളിലും വ്യാപരിക്കേണ്ട സമയത്ത് സോഷ്യൽ മീഡിയയുടെ മായക്കാഴ്ചകളിൽ നാം മുങ്ങിപ്പോകാറില്ലേ? മക്കളോടൊപ്പം, ഭാര്യ ഭർത്താക്കന്മാരോടൊപ്പം സമയം ചെലവഴിക്കേണ്ട നിമിഷങ്ങളിൽ, മാതാപിതാക്കന്മാരോടൊപ്പം സമയം ചെലവഴിക്കേണ്ട നിമിഷങ്ങളിൽ കോപവും അഹങ്കാരവും നമ്മുടെ ഹൃദയത്തെ കീഴടക്കുന്നില്ലേ? കുടുംബ ബന്ധങ്ങളിൽ സ്നേഹത്തിന് പകരം സ്വാർത്ഥത തിരഞ്ഞെടുക്കുമ്പോൾ നാം നമ്മുടെ ആത്മീയ ബാൽക്കണിയിൽ അപകടകരമായി നിൽക്കുകയാണ്. മാതാപിതാക്കളെ ആദരിക്കേണ്ട കടമ മറക്കുന്നതും അയൽക്കാരോട് പുലർത്തുന്ന ക്രൂരമായ മൗനവും പാപത്തിലേക്കുള്ള ചെറിയ വാതിലുകളായി മാറുന്നു. വലിയ വീഴ്ചകൾ പലപ്പോഴും തുടങ്ങുന്നത് വലിയ അകൃത്യങ്ങളിലൂടെയല്ല, പ്രത്യുത ദൈവമേൽപ്പിച്ച കൊച്ചു ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നാം പിന്തിരിയുന്നതിലൂടെയാണ്. ദാവീദിനെ പരാജയപ്പെടുത്തിയത് ശത്രുവിൻ്റെ വാളല്ല, മറിച്ച് അവൻ്റെ ഉള്ളിലെ അലസതയും അമിത ആത്മവിശ്വാസവുമാണ്. ഇന്ന് നമ്മുടെ ആത്മാവിനെ തളർത്തുന്ന ബാൽക്കണി അഹങ്കാരമാണോ അതോ അശുദ്ധ ചിന്തകളാണോ എന്ന് നാം ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ നിമിഷം തന്നെ നമുക്ക് കർത്താവിനോട് കരുണയ്ക്കായി യാചിക്കാം. നമ്മുടെ ബലഹീനതകളിൽ കർത്താവിൻ്റെ കൃപ തേടാം. ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാനാകൂ. അനുതാപത്തോടെ ഹൃദയം തുറന്നാൽ അവിടുന്ന് നമ്മെ വിശുദ്ധിയിലേക്കും യഥാർത്ഥ ഉത്തരവാദിത്തങ്ങളിലേക്കും തിരികെ നടത്തും. ആമേൻ. വർഷം മുഴുവനും സുവിശേഷ ചിന്തകളും പ്രാർത്ഥനകളും നൊവേനകളും വരാനിരിക്കുന്ന പോഡ്കാസ്റ്റ് പരമ്പരകളുടെ അറിയിപ്പുകളും താമസമില്ലാതെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എൻ്റെ കൂടെ ഒരുമിച്ച് ഞാൻ പാപിയാകുന്നു യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് ഒരു തവണയെങ്കിലും പറയുമോ? ഗോഡ് ബ്ലെസ് യു.